കൊച്ചിയിലേക്കൊന്ന് പോകാം. കൊച്ചി കോർപ്പറേഷനിലും നിർണായക ശക്തിയാകാൻ ഒരുങ്ങുകയാണ് NDA. പോളിംഗിന് ശേഷമുള്ള വിലയിരുത്തലിൽ 10 മുതൽ 15 വരെ സീറ്റുകൾ ഉറപ്പിച്ചിരിക്കുകയാണ് NDA. വിജയപ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ് ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥികൾ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, നമുക്കറിയാം കൊച്ചിയിൽ NDAക്ക് ഒരു അനുകൂല തരംഗമുണ്ട്. കാരണം അവിടെ ശക്തമായ പ്രതിപക്ഷ വിരുദ്ധത, ഒപ്പം ഭരണവിരുദ്ധ വികാരമൊക്കെ ആളിക്കത്തുകയാണ്. അപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ NDAക്ക് ഒരു വിജയ പ്രതീക്ഷയുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആ പ്രതീക്ഷയ്ക്ക് അത്ര ആക്കം കൂട്ടുന്നത് ജിജീഷ്? ശരി, കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇടത് വലതു മുന്നണികളാണ് മാറി ഭരിച്ചിരുന്നത്. ഈ ഒരു കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. കൊച്ചിയിലെ മാലിന്യ പ്രശ്നം, റോഡുകളുടെ വിഷയങ്ങളെല്ലാം തന്നെ അതേപടി പല മേഖലകളിലും അതേപടി തന്നെ നിലനിൽക്കുന്നു. ഒന്ന്, ഇത്തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. LDF 42 സീറ്റ് വരെ 38 മുതൽ 42 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് ഡിവിഷനുകൾ വരെ പിടിച്ചെടുത്ത് അധികാരം നേടുമെന്നെല്ലാം അവകാശപ്പെടുന്ന അതേ ഘട്ടത്തിൽ തന്നെ അവർ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഭരണവിരുദ്ധ വികാരത്തെ തന്നെയാണ്. ഈ ഒരു കോർപ്പറേഷൻ ഭരണവിരുദ്ധ വികാരത്തെയുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും കൂടി പ്രതിഫലിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കത് എതിരാകുമെന്നും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടാൽ ഈ പറഞ്ഞ 42-ൽ നിന്ന് തങ്ങൾ 30-ലേക്കോ 32-ലേക്കോ താഴേക്ക് പോകാമെന്ന് അവർ തന്നെ കണക്കുകൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുപോലെ തന്നെയാണ് മറുഭാഗത്ത് നിലവിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ UDF-നെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് ഭരണം നടത്തിയ ആളുകളാണ്. ഏറ്റവും അധികം പ്രശ്നങ്ങൾ കൊച്ചി നേരിട്ടത് അതേ കാലഘട്ടത്തിൽ തന്നെയാണ്. റോഡുകൾ മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടം, തകർന്ന് തരിപ്പണമായ റോഡുകൾ മാത്രമുള്ള വീതികൾ ഉണ്ട്. കൊതുക് ശല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ അത്തരത്തിൽ തന്നെ നിൽക്കുന്നു. തെരുവുനായ ശല്യം അടക്കമുള്ള വിഷയങ്ങൾ ആ ഒരു കാലഘട്ടത്തിലടക്കം ഉണ്ടാവുകയും ചെയ്തു. അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിഹാരം എന്ന നിലയിലേക്കായിരുന്നു UDF-ൽ നിന്ന് LDF-ലേക്ക് കൊച്ചി കോർപ്പറേഷൻ മാറിയത് എങ്കിൽ ജനം പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ അവിടെ ഉണ്ടായില്ല. അങ്ങനെ ഈ ഒരു ഇടതു വലത് മുന്നണികൾക്കെതിരായ ഒരു വികാരം കൃത്യമായി തന്നെ മണ്ഡലത്തിൽ ഡിവിഷനിൽ ഉണ്ട്. ഇത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നും ഒപ്പം തന്നെ തീർച്ചയായും ജിജീഷ് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൊച്ചിയിലും NDA തരംഗം ആഞ്ഞടിക്കുമെന്നാണ് ജിജീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.